യുക്രൈന്റെ ഹൃദയഭൂമിയിൽ ഒരു രാജ്യം അതിന്റെ നിലനിൽപ്പിനായി പോരാടുകയാണ്. നഗരങ്ങൾ തകർന്നടിഞ്ഞു. ജനങ്ങൾ വീട് വിട്ട് പലായനം ചെയ്തു. വിദേശ സഹായത്തിന്റെ ജീവനാഡി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാം വർഷത്തിലേക്ക് കടന്ന ഈ യുദ്ധം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. യുദ്ധധനം ഏതാണ്ട് വറ്റിവരേണ്ട അവസ്ഥയിലായി. പണത്തിനായി തിരയുന്ന യുക്രൈൻ ആകാംക്ഷയോടെ ധീരവും വിവാദപരവുമായ ഒരു പദ്ധതിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അശ്ലീല സാഹിത്യം നിയമവിധേയമാക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ അശ്ലീല വിനോദം അപ്രതീക്ഷിത സഖ്യകക്ഷിയാകുന്ന ഒരു രാജ്യം. യുക്രൈനിയൻ നിയമനിർമ്മാതാവ് യാറോസ്ലാവ് ഷെലെസ്ന്യാക് അശ്ലീല സാഹിത്യത്തിന്റെ കൈവശം വയ്ക്കൽ, നിർമ്മാണം, വിതരണം എന്നിവയ്ക്കുള്ള സോവിയറ്റ് കാലഘട്ടത്തിലെ നിരോധനം റദ്ദാക്കാനുള്ള ധീരമായ നിർദ്ദേശത്തിന് നേതൃത്വം നൽകുകയാണ്. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പാർട്ടിയിലെ അംഗങ്ങൾ ഉൾപ്പെടെ 26 നിയമനിർമ്മാതാക്കളുടെ പിന്തുണയോടെ ലോകമെമ്പാടും വർഷം തോറും $100 ബില്യൺ വരുമാനം നേടുന്ന അശ്ലീല വ്യവസായത്തിൽ നിന്ന് നികുതി വഴി ലക്ഷങ്ങൾ സമാഹരിക്കാനാണ് പദ്ധതി. ഒരുപക്ഷെ $12 മില്യൺ അതിലധികമോ. ഡ്രോണുകൾ, വെടിക്കോപ്പുകൾ, മറ്റ് അത്യാവശ്യ സാമഗ്രികൾ എന്നിവ വാങ്ങാൻ ഉദാഹരണത്തിന് ഓൺലി ഫാൻസ് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എടുക്കാം. ഈ പ്ലാറ്റ്ഫോം ലോകമെമ്പാടും വർഷം തോറും $6 ബില്യൺ വരുമാനമാണ് നേടുന്നത്. യുക്രൈനിയക്കാർ ഇതിൽ നിന്ന് ലാഭം കൊയ്യുന്നുണ്ട്. 4400 യുക്രൈനിയക്കാർ $123 മില്യൺ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ട്. എങ്കിലും $7 മില്യൺ മാത്രമാണ് നികുതിയായി അടച്ചത്. ചിലർ തങ്ങളുടെ വരുമാനം യുക്രൈന്റെ സൈന്യത്തിന് പിന്തുണ നൽകുന്നതിനായി ക്രൗഡ് ഫണ്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അശ്ലീല സാഹിത്യം നിയമവിധേയമാക്കുന്നത് ഈ ശ്രമങ്ങളെ കാര്യക്ഷമമാക്കുകയും 1400 അശ്ലീല കേസുകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പോലീസ് വിഭവങ്ങൾ സ്വതന്ത്രമാക്കുകയും യുദ്ധശ്രമങ്ങൾക്ക് നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇതിനെ ഒരു മിടുക്കൻ നീക്കമായി എല്ലാവരും കാണുന്നില്ല. യുക്രൈനിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സമുദായങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. അശ്ലീല സാഹിത്യം നിയമവിധേയമാക്കുന്നത് രാജ്യത്തിന്റെ ധാർമ്മികത തകർക്കുമെന്ന് ക്രിസ്ത്യൻ സമുദായങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. പള്ളികൾ ഇതിനെ നശീകരണപരമായ നീക്കമെന്നാണ് വിളിച്ചത്. ഒരു തീവ്രവാദ ചർച്ചയ്ക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. യാഥാർത്ഥ്യം അതികഠിനമാണ്. അശ്ലീല സാഹിത്യത്തിൽ നിന്നുള്ള നികുതി വരുമാനം ഗണ്യമാണെങ്കിലും യുക്രൈന്റെ ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ തുച്ഛമാണ്. US നിന്ന് മാത്രം $128 ബില്യൺ ലഭിച്ച വിദേശ സഹായവും ജർമ്മനി, ഫ്രാൻസ്, UK തുടങ്ങിയ സഖ്യകക്ഷികളിൽ നിന്നുള്ള ബില്യണുകളും യുക്രൈനിനെ നിലനിർത്തി. അശ്ലീല സാഹിത്യത്തിൽ നിന്നുള്ള നികുതി ഡോളറുകൾ യുദ്ധത്തിന്റെ വമ്പിച്ച ചെലവുകൾ മറികടക്കില്ല. പക്ഷേ പരിമിതമായ ഒരു രാജ്യത്തിന് ഓരോ സെന്റും വിലപ്പെട്ടതാണ്. യുക്രൈന് ഇത് വിജയകരമായാൽ അശ്ലീല സാഹിത്യത്തെ സൈനിക ധനസഹായത്തിനായി നിയമവിധേയമാക്കുന്ന ആദ്യ രാജ്യമായി ചരിത്രം സൃഷ്ടിക്കും. ഇതൊരു ആഗോള പ്രവണതയ്ക്ക് തുടക്കമിടുമോ? അതോ ക്രിപ്റ്റോ ദാനങ്ങളിൽ നിന്ന് ക്രൗഡ് സോഴ്സ്ഡ് ഡ്രോണുകൾ വരെ യുദ്ധം നേരിടുന്ന രാജ്യങ്ങൾ ഇതിനകം അസാധാരണമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലി ഫാൻസ് ധനസഹായം നൽകുന്ന ആയുധങ്ങൾ ആയുധശേഖരത്തിൽ ചേർന്നേക്കാം. യുക്രൈന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ നിലനിൽപ്പിന്റെ വില പ്രതിമാസ സബ്സ്ക്രിപ്ഷനോടൊപ്പം വന്നേക്കാം.